ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നൊരു ട്രിപ്പ് വ്ലോഗ് ആയാലോ? എൻ്റെ അമ്മയുടെ ജോലി സ്ഥലത്ത് നിന്നൊരു ട്രിപ്പ് പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ യാത്ര തുടങ്ങി. നമ്മൾ കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേനും ഹോട്ടൽ ആര്യയിൽ കയറി നല്ല അടിപൊളി മസാല ദോശ കഴിച്ചു. എനിക്ക് പണ്ടേ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. അതും ആര്യാസിലെ മസാല ദോശ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് മസാല ദോശയൊക്കെ കഴിച്ച് പിന്നെയും നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാടിനുള്ളിൽ കൂടെ പോകണ ആ ഒരു ഫീലായിരുന്നു. കാടിനുള്ളിൽ കൂടെയൊന്നും അല്ല, നടുക്കൂടൊരു റോഡും അപ്പുറത്ത് നോക്കിയാലും ഇപ്പുറത്ത് നോക്കിയാലും കാട് പോണക്കാണ്. മീൻസ് അപ്പുറത്ത് നോക്കിയാലും ഇപ്പുറത്ത് നോക്കിയാലും കുറേ മരവും ചെടിയും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ കൃഷിയൊക്കെയാണ്. അതെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ പണ്ടേ ഞാൻ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ഈ മല, കുന്ന്, ചെടി, മരം, കാട് അങ്ങനെയൊക്കെ, അതായത് ചുരുക്കം പറഞ്ഞാൽ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ട്രിപ്പൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. എനിക്ക് റിയലി നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റി ഈ ഒരു ട്രിപ്പ്. ഈ ട്രിപ്പ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കല്ലെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ടൂർ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പാഞ്ചാലിമേട് ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു കേട്ടോ. അവിടെയും ആ നേരെ കയറിപ്പോണത് മലേൻ്റെ മുകളിലോട്ടൊക്കെയാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോൾ എനിക്ക് മലേൻ്റെ മുകളിൽ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പണ്ടേ എനിക്ക് ഹൈറ്റ് പേടിയാണ്. അതുകൊണ്ട് മലേൻ്റെ മുകളിലൊക്കെ കയറണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ കയറിയ ടൈമിൽ എനിക്ക് ഫോൺ പോയിട്ട് എനിക്ക് എന്നെ തന്നെ ഇത് ഞാനൊരു ഇതായിരുന്നു. ഞാൻ അമ്മയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്. മുകളിലും താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് തലയിറങ്ങുന്ന പോലൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുട്ടിക്കാനമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റി. ഇതാണ് ആ വെള്ളച്ചാട്ടം. ഇതേ സെയിം സ്ഥലത്ത് നമ്മൾ മുമ്പൊന്ന് പോയിട്ടുണ്ട്. അത് ഞാൻ കുട്ടിക്കാനം ട്രിപ്പ് വ്ലോഗ് എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ല, പോയ സ്ഥലത്തൊന്നുകൂടെ പോയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് പിന്നെ പൊതുവേ ഈ കണ്ടത് തന്നെ പിന്നെ ഇരുന്ന് റിപ്പീറ്റ് അടിച്ച് കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. അതിപ്പോൾ ടി വി പ്രോഗ്രാം ആയിക്കോട്ടെ, ഇതുപോലത്തെ കുറേ കാഴ്ചകളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എനിക്ക് റിപ്പീറ്റ് അടിച്ച് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ തേർഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പരുന്തുംപാറ ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. പരുന്തുംപാറയ്ക്ക് പോകുന്ന വഴി ഇതുപോലെ ഒരു അടിപൊളി തേയിലത്തോട്ടം കണ്ടു. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയല്ല ഗൈസ്, കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒന്ന് വിസ്തരിച്ച് കിടക്കുന്ന ഒരു അടിപൊളി തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ നിർത്തി. അതിന് ഇടയ്ക്കൂടെ നമുക്ക് ഇറങ്ങിപ്പോയി തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഞാൻ വീഡിയോസൊക്കെ എടുത്തു. പണ്ടേ നമ്മൾ എവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് കണ്ടാലും ചാടി ഇറങ്ങി റീൽസ് എടുക്കുമല്ലോ, സ്വാഭാവികം. പിന്നെ ആ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടായിരുന്നു. സോറി, വെള്ളച്ചാട്ടമല്ല, ഒരു ചെറിയൊരു അരുവി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആ അരുവിയിൽ ഇറങ്ങി ഞാൻ കാലൊക്കെ നനച്ചു. പിന്നെ ഈ തേയിലത്തോട്ടം ആയിക്കോട്ടെ, വെള്ളച്ചാട്ടം ആയിക്കോട്ടെ, അതുപോലെ അരുവി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ഇത് അധികം ഭംഗിയൊന്നും ഫീൽ ആവുന്നില്ല. പക്ഷേ നേരിട്ട് കാണാൻ ഇതിലും അടിപൊളിയായിരുന്നു ഗൈസ്. നേരിട്ട് കണ്ടപ്പോഴുള്ള ആ ഭംഗിയൊന്നും ശരിക്കും വീഡിയോയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നേരിട്ട് കാണുന്ന എല്ലാത്തിനും ഇതിലും അടിപൊളിയായിരുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കധികം അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ പരുന്തുംപാറ എത്തി കഴിഞ്ഞപ്പം കുറേ മലയും കുന്നും അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളായിരുന്നു. എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എല്ലാം കണ്ടു കിടക്കുമായിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിച്ചു, കപ്പലണ്ടി കുറിച്ചു. തിന്നാൻ വേണ്ടിയാണോ പോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ. പിന്നെ നമ്മൾ ആ ട്രിപ്പ് പോയപ്പോൾ എടുത്ത ഫുൾ ഫോട്ടോസും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ ശരി, ബൈ ബൈ.